പാശ്ചാത്യ ലോകത്തുനിന്ന് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് അഭിമുഖങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെയും ചെയ്യുന്നത് യൂറോപ്പിലുള്ള വിവിധങ്ങളായ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ഹമാസിൻ്റെ അഥവാ ഫലസ്തീന് വേണ്ടി വാദിക്കുന്നവരുടെ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇതിനിടയിൽ ഇസ്രയേൽ മോചിപ്പിച്ചവരെ ചെങ്ങലയ്ക്കിട്ടിരുന്നു എന്ന് പറയുന്ന പരാതി ഉന്നയിച്ചത് റെഡ് ക്രോസ് സൊസൈറ്റിയാണ്, ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല. റെഡ് ക്രോസ് സൊസൈറ്റി പറഞ്ഞത് ഏറ്റവും ഹീനമായ രീതിയിലാണ് ഈ തടവറയിലാക്കപ്പെട്ട മനുഷ്യരോട് ഇസ്രയേൽ പെരുമാറിയതെന്നും അതിനുവേണ്ടി ഈ ലോക കോടതിയെ അടക്കം സമീപിക്കുമെന്നുമൊക്കെയാണ് റെഡ് ക്രോസ് ഇൻ്റർനാഷണൽ പുറത്തുവിട്ട വാർത്ത. എന്നാൽ ഈ ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സ്ത്രീകൾ ഓർക്കേണ്ടത് അവരുടെ മുൻനിര നേതാക്കളെ പലരെയും കൊന്നു, പലരുടെയും കുടുംബത്തെ തകർത്തു, പലരുടെയും മക്കളെയും കുടുംബവും വീടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തകർത്തു. അങ്ങനെ ആ തകർക്കപ്പെടുമ്പോഴും സാധാരണ മനുഷ്യർക്കൊക്കെയും തുല്യനീതി എന്നുള്ള നിലയിൽ കയ്യിലുള്ളവരുടെ മേൽ അക്രമം പ്രവർത്തിക്കുക എന്നൊരു സാധ്യത തേടാവുന്നതാണ്. എന്നാൽ ചില സ്ത്രീകൾ അവർ പുറത്തുവിട്ട അഭിമുഖങ്ങൾ, ആ അഭിമുഖങ്ങൾ അതേപടി കാണിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. കാരണം അത് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. പക്ഷേ അത്തരം അഭിമുഖങ്ങൾ ധാരാളമായി പുറത്തു വരുന്നുണ്ട്. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിടാം. അത് കാണുമ്പോൾ അവർ പറഞ്ഞ മറുപടി, അതിലൊരു സ്ത്രീ പറയുകയാണ്, ഒക്ടോബർ 7-ാം തീയതി ഞങ്ങളെ ഹമാസ് തടവറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളേതാണ്ട് അർദ്ധനഗ്നരായിരുന്നു. സാധാരണ സംഗീത നിശയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്ന ഒരു മാനസികാവസ്ഥയും മൂടുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഉറപ്പായും ഭയപ്പെട്ടു, ഞങ്ങളെ ഉപദ്രവിക്കുമെന്നും അല്ലെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും തരത്തിൽ ബലാത്കാരം ചെയ്യുമെന്നും ഒക്കെ ഭയന്നു. എന്നാൽ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയതെന്ന് മാത്രമല്ല, ഞങ്ങൾക്കപ്പോൾ തന്നെ ധരിക്കാനായി ഒരു ഹിജാബും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും ഒക്കെ നൽകി. എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞത്രേ, ഞങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ സ്ത്രീകളെ രാജ്ഞിമാരെ പോലെ സംരക്ഷിക്കണം എന്ന് കരാർ ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പോറലുമേൽക്കാതെ മറ്റാരെങ്കിലും ആക്രമിച്ച് നിങ്ങൾക്കെന്തെങ്കിലും വരുന്നതല്ലാതെ ഞങ്ങളായി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സംരക്ഷിച്ച കഥകൾ, സംഭവങ്ങൾ അവർ വളരെ കൃത്യമായി പറയുകയാണ്. ഓർക്കേണ്ടത് അവർ താമസിച്ചിരുന്നത് എവിടെയാണെന്നും അവരെ താമസിപ്പിച്ചിരുന്നത് എവിടെയാണെന്നും എല്ലാ സംവിധാനങ്ങളും ഇത്രയും വലിയ ടാങ്കും സംവിധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും കണ്ടുപിടിക്കാനാവാതെ പത്രസമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ഇവരെ പുറത്തുവിടുന്ന റിലീസിംഗ് ഒക്കേഷൻസിൽ അവരെ എവിടെ നിന്നോ എത്തുന്ന ഒരു സംഗതിയുടെ ഒരു 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 എന്താ പറയുന്നത്, അതിനെന്താ പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്തരമൊരു ക്രമീകരണം അതുപോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രംപ് എല്ലാവരും ഒഴിയണം, അവിടെ നിന്ന് വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നത് തന്നെ എന്താണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ആളുകൾ ഇത്രയും നാൾ നിലയ്ക്കാത്ത പോരാട്ടമായി നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ സംവിധാനം എന്തെങ്കിലും കണ്ടെത്താൻ കൂടിയാവും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലെ ഈ അവനവന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന, അവൻ്റെ മണ്ണ് വേണമെന്ന് പറയുന്ന, അവൻ്റെ നാട് വേണമെന്ന് പറയുന്ന ആ ഒരു ഇച്ഛാശക്തി തലമുറകളായി ജനിതക ഘടനയിൽ പോലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ടാവുമെന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത്തരം ബന്ദികളായി ഫലസ്തീൻ്റെ മണ്ണിലുണ്ടായിരുന്നവരുടെയും ഇസ്രയേലിൻ്റെ ജയിലുകളിൽ ഉണ്ടായിരുന്നവരുടെയും കഥകൾ വ്യത്യസ്തമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മാധ്യമങ്ങളും ഓൺലൈൻ ന്യൂസുകളും തന്നെയാണ്.